ദൈവവുമായുള്ള ബന്ധത്തിന്റെ തെളിവ്, ആത്മീയതയുടെ അളവുകോൽ, ഭക്തിയുടെ മാനദണ്ഡം ഭൗതിക നേട്ടകോട്ടങ്ങളല്ല, അതിനപ്പുറത്ത് കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുന്ന കഴുകലാണെന്ന് വിളിച്ചു പറയുമ്പോൾ അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് പത്രോസിനോടാണല്ലോ ഇത് പറയുക, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ലെന്ന്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പത്രോസിന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ പറയാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷമാണ് വായിക്കേണ്ട 5-ാം അധ്യായം. പത്രോസ് ഗലീല തടാകത്തിൽ വല വീശി ഒരു രാത്രി മുഴുവൻ വല വീശിയിട്ടും ഒരൊറ്റ മീൻ പോലും അവന്റെ വലയ്ക്കകത്ത് കയറിയില്ല. കയറിയില്ല എന്ന് പറയുന്നതിനേക്കാൾ കയറാൻ ദൈവം സമ്മതിച്ചില്ലെന്ന് പറയുന്നതാ ശരി. ഗലീലക്കടലിൽ മീനില്ലാഞ്ഞിട്ടല്ലോ, ആയിരക്കണക്കിന് മീനുകളുണ്ട്. അതുകൊണ്ടാണല്ലോ പിറ്റേ പ്രഭാതത്തിൽ പടകിന്റെ വലത്തുഭാഗത്ത് വല ഇറക്കാൻ പറഞ്ഞപ്പോ വല നിറയെ, പടക് നിറയെ, കൂട്ടാളികളുടെ പടകും മാടി വിളിച്ച് ആ പടകിനകത്തും 2 പടകിനകത്തും നിറയത്തക്ക നിലയിൽ മീൻ കിട്ടിയത്. ഇപ്പൊ മീനില്ലാഞ്ഞിട്ടല്ല, മീനുണ്ട്. പത്രോസ് അധ്വാനിക്കാഞ്ഞിട്ടാണോ? അല്ല. നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു. ഓരോ പ്രാവശ്യവും പ്രതീക്ഷയോടെ വലയിറക്കി, പക്ഷെ ആ വലയ്ക്കകത്ത് മീൻ കയറിയില്ല. എന്നിട്ടും പത്രോസ് അധ്വാനം നിർത്തിയില്ല, അധ്വാനം തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പൊ മീനില്ലാഞ്ഞിട്ടല്ല, അധ്വാനിക്കാഞ്ഞിട്ടുമല്ല. 3, പരിചയമില്ലാഞ്ഞിട്ടാണോ? ആദ്യമായി മത്സ്യബന്ധനത്തിന് പോകുന്നതല്ല, ഇദ്ദേഹത്തിന്റെ തൊഴിലേ ഇതാണ്. വർഷങ്ങളുടെ പരിചയം കൈമുതലായിട്ടുണ്ട് ഈ തൊഴിൽ മേഖലയിൽ. പക്ഷേ മീനുണ്ടായിരുന്നിട്ടും, നന്നായി അധ്വാനിച്ചിട്ടും, പരിചയം കൈമുതലായിരുന്നിട്ടും ഒറ്റ മീൻ പോലും കയറാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. ഇന്ന് പകൽ ദൈവദാസന്മാരോട്, ദൈവമക്കളോട് വിളിച്ചു പറയാം, ജീവിതത്തിൽ എപ്പോഴും വിജയങ്ങളും നേട്ടങ്ങളും ആകണമെന്ന് നിർബന്ധമില്ല. പ്രതീക്ഷിക്കാത്ത ചില പരാജയങ്ങൾ, തകർച്ചകൾ ദൈവം അനുവദിച്ചെന്ന് വരാം. പക്ഷെ ദൈവം അനുവദിക്കുന്ന തകർച്ചകളുടെ പിറകിൽ, പരാജയങ്ങളുടെ പിറകിൽ തിന്മയ്ക്കല്ല നന്മയ്ക്കും നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്ക് നമ്മുടെ ഗതി തിരിച്ചുവിടാനുള്ള ദൈവിക പദ്ധതികൾ മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ, ദൈവം അനുവദിക്കുന്ന പരിശോധനയിൽ, ദൈവം അനുവദിക്കുന്ന തകർച്ചയിൽ, ദൈവം അനുവദിക്കുന്ന പരിശോധനയിൽ മനുഷ്യനോട് മുഷിഞ്ഞും ദൈവത്തോട് പിറുപിറുത്തും സമയം മുൻപോട്ട് കൊണ്ടുപോകാതെ, എന്റെ ദൈവം അറിഞ്ഞും എന്റെ ദൈവം അനുവദിച്ചും എന്റെ ജീവിതത്തിൽ തരുന്ന പരാജയങ്ങളുടെ പിറകിൽ, തകർച്ചകളുടെ പിറകിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അധരം തുറന്ന് ദൈവത്തെ സ്തോത്രം ചെയ്ത് ആരാധിക്കാനും പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കാനും എനിക്കൊരു മനസ്സു തരണമെന്ന് അധരം തുറന്ന് ആമേൻ പറഞ്ഞു പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അവിടെ ആ ദൂതനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് അടുത്ത ഭാഗത്തേക്ക് വരാം. പത്രോസിന് ആ പരാജയത്തിന്റെ രാത്രി വന്നത് എന്തിനാന്ന് മനസ്സിലായില്ല. ഇതുപോലെ അധ്വാനിച്ചിട്ട്, ഇത്രയും പരിചയസമ്പത്തുണ്ടായിരുന്നിട്ട്, ഇത്രയും മീനുണ്ടായിട്ട്, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീൻ പോലും കിട്ടാഞ്ഞ ആ പരാജയത്തിന്റെ രാത്രിയാ പത്രോസിനെ ഒരു സമർപ്പണത്തിലേക്ക് നയിച്ചത്. അർഹതയില്ലാത്ത നന്മ തന്റെ പടകിനകത്തും വലയ്ക്കകത്തും കയറിയപ്പോ പത്രോസ് കർത്താവിനോട് പറഞ്ഞത്, കർത്താവേ നാളെയും വരണേ. ഈ അത്ഭുതം കണ്ടിട്ട് മറ്റു പല പടകിലും ഉള്ളവര്, മീൻ പിടിക്കാൻ വന്നവര്
നാളെ അങ്ങേ പടകിൽ ക്ഷണിക്കാൻ കാത്തു നിൽപ്പുണ്ട്. അങ്ങോട്ടെങ്ങും വഴിമാറി പോകല്ലേ, ഇങ്ങോട്ട് തന്നെ വരണേ എന്ന് പത്രോസ് പറഞ്ഞില്ല. പത്രോസ് കർത്താവിന്റെ പാദത്തിൽ വീണ് കിടന്ന് പറയുകയാണ്, കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, എന്നെ വിട്ടുപോകണമേ. അർഹതയില്ലാത്ത നന്മകൾ പടകിനകത്തും വലയ്ക്കകത്തും കയറിയപ്പം അഹങ്കാരമല്ല ഉളവായത്. അർഹതയില്ലാത്ത ഈ നന്മകളൊക്കെ എൻ്റെ പടകിനകത്തും വലയ്ക്കകത്തും കയറാൻ എനിക്ക് യോഗ്യതയില്ല എന്ന തിരിച്ചറിവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉയർത്തും തോറും വിനയപ്പെടുന്ന, അർഹിക്കാത്ത ആദരവുകളും അംഗീകാരങ്ങളും അനുഗ്രഹങ്ങളും ദൈവം തരുമ്പോൾ നിറകണ്ണുകളോടെ ഞാൻ ഇതിനൊന്നും യോഗ്യനല്ലെന്നും അതരം തുറന്ന അഭിഷക്തന്മാർ ദൈവമക്കൾ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറ, കർത്താവായ യഹോവേ, അടിയനെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ അടിയനെന്തുള്ളൂ, അടിയന്റെ ഗ്രഹവും എന്തുള്ളൂ. അർഹിക്കാത്ത നന്മകളും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളും എൻ്റെ മേൽ തന്ന്, എൻ്റെ മിനിസ്ട്രിയുടെ മേൽ തന്ന്, എൻ്റെ സഭയുടെ മേൽ തന്ന്, എൻ്റെ കുടുംബത്തിന്റെ മേൽ തന്ന്, എൻ്റെ തലമുറയ്ക്ക് എത്തിച്ചു കൊടുത്ത മഹാദൈവത്തിന് ഇന്ന് പകൽ ആരാധന എന്ന് പറയാൻ എത്ര ആധരങ്ങൾ ഇവിടെ ചലിക്കോ. ആ പരാജയത്തിന്റെ രാത്രിയ കർത്താവിങ്കിലേക്ക് അവനെ നടത്തിയത്. ആ സമർപ്പണമാണ് യേശുവുമായി പത്രോസിനെ അടുപ്പിച്ചത്. ഇനി പെന്തക്കോസ്ത് ദിവസം പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുക. 3000 പേര് ആ സ്നാനത്തിന് തയ്യാറായി നിൽക്കുന്നേ. പത്രോസിന്റെ നിഴലെങ്കിലും ഒന്ന് തട്ടാൻ രോഗികളെ കൊണ്ട് വീഥികളിൽ ഇട്ടിരിക്കുകയാണ്, കിടത്തിയിരിക്കുകയാണ്. നിഴല് തട്ടി രോഗികളെ സൗഖ്യമാക്കുന്ന പത്രോസിനെ എല്ലാവർക്കും അറിയാം. ഒറ്റപ്രസംഗത്തിൽ 3000 പേരെ മുക്കുന്ന പത്രോസിനെ എല്ലാവർക്കും അറിയാം. പക്ഷെ പത്രോസ് ഈ പത്രോസ് ആകാൻ എൻ്റെ ദൈവം അനുവദിച്ചു കൊടുത്തൊരു പരാജയത്തിന്റെ രാത്രിയുണ്ട്. ആ രാത്രി ഇവർക്ക് ആർക്കും അറിയില്ല. ആ രാത്രി പത്രോസിന് മാത്രമേ അറിയൂ. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, ദൈവം ഉപയോഗിച്ചവർക്കെല്ലാം, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവർക്കെല്ലാം ഇതുപോലെ ചില വേദനയുടെ, പരാജയത്തിന്റെ, നൊമ്പരത്തിന്റെ, സങ്കടത്തിന്റെ, ഒറ്റപ്പെടുത്തപ്പെടലിന്റെ രാത്രികളുടെ ചരിത്രം പറയാനുണ്ട്, സംഭവങ്ങൾ പറയാനുണ്ട്. ഇന്നലെ അങ്ങനെ രാത്രികളിലൂടെ പോയവരാണ് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരെങ്കിൽ ഇന്ന് പകൽ അങ്ങനെയുള്ള രാത്രികളിലൂടെ, വേദനകളിലൂടെ, നൊമ്പരങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, തകർച്ചകളിലൂടെ, പരാജയങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ തൊട്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് നിങ്ങളെ തകർക്കാനല്ല, ഇത് നിങ്ങളെ മുടിക്കാനല്ല. ഇതുവരെ നിങ്ങൾ ഉപയോഗിക്കപ്പെടാത്ത നിലയിൽ ദൈവകരങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കപ്പെടാനുള്ള ദൈവത്തിന്റെ വഴിത്താരകൾ അതിന്റെ പിറകിൽ മറഞ്ഞിരിപ്പുണ്ട്. അതരം തുറന്നു സ്തോത്രം പറയാൻ മനസ്സുള്ളവർ അക്കരമടിച്ചൊരു 30 സെക്കൻഡ് ഇന്ന് പകൽ ദൈവത്തിന് നന്ദി പറയാം. എല്ലാ അഭിഷക്തന്മാരും, എല്ലാ ദൈവമക്കളും അക്കരമടിച്ച് അന്യഭാഷയിൽ അല്പനിമിഷം ദൈവത്തെ സ്തുതിക്കട്ടെ. ഓ ഇന്ന് പകൽ അഭിഷക്തന്മാരുടെ തലയിൽ കൈവച്ചെന്ന വണ്ണം ദൈവാത്മാവ് ഈ വചനത്തിന്റെ ദൂത് കൈമാറുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് ഇന്ന് രാത്രി, ഇന്ന് പകൽ ഈ വചനം ഒരു ദൈവിക വാഗ്ദത്തമായി എൻ്റെ ദൈവം തരികയാണ്. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഇന്നത്തെ വേദനകൾ, ഇന്നത്തെ സങ്കടങ്ങൾ, ആകസ്മികമായ ചില പരാജയങ്ങൾ, ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാത്ത ചില ഒറ്റപ്പെടുത്തപ്പെടലുകളിലൂടെ, തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ നാളത്തെ സാക്ഷ്യമായി, നാളെ അത്ഭുതകരമായി നിങ്ങൾ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നതിന് നിങ്ങൾ
ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആത്മീക ശുശ്രൂഷകൾ നിങ്ങളിലൂടെ വെളിപ്പെടാൻ ഇന്നത്തെ പ്രതിസന്ധികൾ ദൈവം ഒരു കാരണീയമാക്കി മാറ്റുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മുടെ ദൈവാലോചന കൈമാറുന്നു. ആ പരാജയത്തിന്റെ രാത്രി കഴിഞ്ഞ് വല കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പത്രോസിന്റെ അടുക്കിലേക്ക് നടന്നു വരികയാണ്. ഹൈറേഞ്ചിലെ തണുപ്പും നാട്ടിലെ ചൂടും കൂടെ ശരീരത്തിന് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല, അതാ പ്രശ്നം. ഇപ്പൊ കർത്താവ് പറഞ്ഞു, പത്രോസ് നിന്റെ പടക് എനിക്ക് തരാമോ? സന്തോഷത്തോടെ പടക് കർത്താവിന് കൊടുത്തു. പടകിൽ നിന്ന് കർത്താവ് പുരുഷാരത്തോട് സംസാരിച്ചു. അനന്തരം പത്രോസിനോട് പറയുകയാണ്, നിന്റെ പടക് നിന്റെ വല പടകിന്റെ വലത്തുഭാഗത്ത് ഇറക്ക്. പടക് നിറയെ വല നിറയെ മീൻ കയറി, മുങ്ങുമാറാകോളം മീൻ കയറി. ഞാൻ അവിടെ ദൈവാത്മാവിനെ പഠിപ്പിച്ചൊരു പാകമുണ്ട് കേട്ടോ. ഒരു മീൻ പോലും കിട്ടാതിരുന്നിട്ടും പത്രോസ് അധ്വാനം നിർത്തിയില്ല. നാഥ, ഞങ്ങൾ അടുത്തൊന്നു ഞങ്ങൾ ഈ രാത്രി മുഴുവൻ അധ്വാനിച്ചു എന്ന് പറഞ്ഞാൽ എന്നും അധ്വാനിക്കുന്നത് പോലെ തന്നെ കൃത്യസമയത്ത് തുടങ്ങി. മീനില്ല എന്നുള്ളത് കൊണ്ട് വല എറിഞ്ഞേച്ചു പോയില്ല. കടലിനെ ശപിച്ചും അന്നത്തെ ദിവസത്തെ പ്രാഗി പത്രോസ് വല എറിഞ്ഞേച്ചു പോയില്ല. നിശ്ചയിക്കപ്പെട്ട സമയം വരെ അധ്വാനിച്ചു കൊണ്ടേയിരുന്നു. അതെന്റെ ദൈവം കണ്ടു കേട്ടോ. പത്രോസേ, ഒരു രാത്രി അധ്വാനിച്ചു, പരാജയപ്പെട്ടിട്ടും നീ അധ്വാനം നിർത്തിയില്ല. പ്രവൃത്തിക്ക് ആനുപാതിക റിസൾട്ട് ഉണ്ടാകാതിരുന്നിട്ടും നീ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടേയിരുന്നു. അതിനോടുള്ള ദൈവത്തിന്റെ നീതി എന്ന നിലയിൽ ഒരു രാത്രിയല്ല 9 രാത്രി അധ്വാനിച്ചാലും കിട്ടാത്തത് നിന്റെ പടകിനകത്ത് നിന്റെ വലയ്ക്കകത്ത് തന്ന് നിന്നോടുള്ള നീതി വെളിപ്പെടുത്താൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, പ്രതീക്ഷിച്ച സമയത്ത് പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയില്ല. പ്രവർത്തനത്തിന് ആനുപാതികമായി ഒത്തിരി കരഞ്ഞു, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപവസിച്ചു, ഒത്തിരി കർത്താവിന്റെ വേല ചെയ്തു, എന്നിട്ടൊന്നും റിസൾട്ട് ഇല്ല. പ്രതീക്ഷിച്ച റിസൾട്ട് ഇല്ല എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥന നിർത്തരുത്, ഉപവാസം നിർത്തരുത്, പ്രവർത്തനം നിർത്തരുത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, തളർന്നു പോകാതെ ഇരുന്നാൽ ഒരു നല്ല ആമേൻ പറഞ്ഞ് ഇന്ന് പകൽ കരുത്തോടെ ദൈവദാസന്മാർ ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പറ, തളർന്നു പോകാതെ ഇരുന്നാൽ തക്ക സമയത്ത് നീ കൊയ്യോ. എല്ലാ നിരാശയുടെ കെട്ടുകളും വചനത്താൽ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു മാറ്റട്ടെ. ഇനി പ്രാർത്ഥിക്കുന്നില്ലെന്ന്, ഇനി പ്രവർത്തിക്കുന്നില്ലെന്ന്, ഇനി ഉപവസിക്കുന്നില്ലെന്ന് ഹൃദയത്തിൽ ചിന്തിച്ച് പിശാച് ജയമെടുത്ത് ഇന്ന് രാത്രി നിരാശ, ഇന്ന് പകൽ നിരാശ ഹൃദയത്തിനകത്ത് ബാധിച്ച ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമർച്ചയായി ആ പൈശാചിക ശക്തികളെ ഞങ്ങൾ ശാസിക്കുന്നു. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തെ സേവിക്കണം. പരിശുദ്ധാത്മാവ് ചിലരോട് പറയാൻ ഈ ദൂതന്റെ ഹൃദയത്തിനകത്ത്
വീണ്ടും വീണ്ടും നിയോഗമായി തരുന്നു. പ്രവർത്തനം നിർത്തരുത്, ഇട്ടെറിഞ്ഞു പോകരുത്, മനസ്സും മടുക്കരുത്. ദൈവം തന്ന നിയോഗത്തിൽ ഉറച്ചു നിന്നോ, ദൈവം തന്ന ദർശനത്തിൽ ഉറച്ചു നിന്നോ. പ്രതീക്ഷിക്കുന്നത് പോലെ മുൻപോട്ട് പോകുന്നില്ലെന്ന് ചിന്തിച്ചാലും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഉറപ്പു തരികയാണ്. പ്രതിസന്ധികളെ മാറ്റി, തടസ്സങ്ങളെ മാറ്റി, പോരാട്ടങ്ങളുടെ മേൽ ജയം തന്ന് അത്ഭുതകരമായ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവം വിശ്വസ്ത. ഇനി പത്രോസിന്റെ പടക് നിറഞ്ഞത് അവന്റെ അധ്വാനം കൊണ്ടല്ല, അവന്റെ പരിചയം കൊണ്ടുമല്ല, കർത്താവിന്റെ കരുണ കൊണ്ടാ. എത്ര പേർക്ക് എന്റെ പ്രിയരെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാ വിനയത്തോടെ മനുഷ്യന്റെ മുൻപാകെയും ദൈവ മുമ്പാകെയും വർത്തിക്കാൻ നമ്മെ കൊണ്ട് കഴിയുന്നത്. ഒന്നും എൻ്റെ കഴിവല്ല, മിടുക്കല്ല, സമ്പന്നതയല്ല, ഭാഷാ നൈപുണ്യവുമല്ല, ദൈവത്തിന്റെ കരുണയാണ്. കരുണ ഒന്നു മാത്രമാണെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് വിനയമുണ്ടാകുന്നത്, താഴ്മയുണ്ടാകുന്നത്, ദൈവത്തോട് നന്ദി ഉണ്ടാകുന്നത്. ഈ തിരിച്ചറിവുണ്ടെങ്കിലേ ഭാവിക്കേണ്ടുന്നതിന് മീതെ ഭാവിച്ചുയരാതെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിന്റെ പടക് നിറഞ്ഞത്, നിന്റെ വല നിറഞ്ഞത് പരിചയം കൊണ്ടും അധ്വാനം കൊണ്ടും അല്ലല്ലോ. പരിചയം പരാജയപ്പെട്ടതല്ലേ? അധ്വാനം നിരർത്ഥകമായതല്ലേ? എന്നാൽ ആ പരാജയം പരിഹരിച്ചത് ഞാനല്ലേ? ആ തകർച്ചയെ പണിതത് ഞാനല്ലേ? ശൂന്യതയെ നികത്തിയതും ഞാനല്ലേ? പക്ഷെ നീ ഒരു കാര്യം അറിയണം, ഞാനും നീയുമായുള്ള ബന്ധത്തിന്റെ തെളിവ് നിന്റെ നിറയപ്പെട്ട പടകല്ല, നിന്റെ നിറയപ്പെട്ട വലയുമല്ല. വല നിറച്ചതും പടക് നിറച്ചതും ഞാനാ, പക്ഷെ ഞാനും നീയുമായുള്ള ബന്ധത്തിന്റെ തെളിവ് നിറയപ്പെട്ട പടകല്ല, നിറയപ്പെട്ട വലയല്ല, നീ എന്നിൽ നിന്ന് പ്രാപിക്കുന്ന കഴുകലാണ്. ഈ IPC തിരുവല്ല സെൻട്രൽ മാസ യോഗത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, പെന്തക്കോസ്ത് സമൂഹത്തിന് അർഹതയില്ലാത്ത ഒത്തിരി ഭൗതിക നന്മകളും ഉയർച്ചകളും കരുണയുള്ള ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ തെറ്റിദ്ധരിക്കരുത്, നാമും ദൈവവുമായുള്ള ബന്ധത്തിന്റെ തെളിവ് ആ ഭൗതിക നന്മകളല്ല, അതിനപ്പുറത്ത് കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുന്ന കഴുകലാണെന്ന് വിളിച്ചു പറയുമ്പോൾ ആർജവത്വത്തോടെ കരമുയർത്തി ദൈവത്തിന് നന്ദി പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഉദാഹരണം കൂടെ പറയുമേ. ഞാൻ ഇങ്ങനെ അങ്ങ് വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രസംഗത്തെ നിങ്ങൾ വേദശാസ്ത്രപരമായി വ്യാഖ്യാനിച്ചെടുക്കരുത്. ഒരു വിഷയം തെളിയിച്ച് ഞാൻ പ്രസംഗിക്കുകയല്ല. ചില ആശയങ്ങൾ നമുക്ക് ഞാനും നിങ്ങൾ ഒരുമിച്ചൊന്ന് ബോധവൽക്കരിക്കപ്പെടുകയാണ്. കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെ പോഷിപ്പിച്ചു. അവർ തിന്നെന്ന് മാത്രമല്ല, തൃപ്തരായെന്നും കൂടെ ഉണ്ട്. ഒരാമേനൊന്ന് പറ. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് വിടുകാരുന്നില്ല, അവർ തൃപ്തരായി. തൃപ്തരായ ശേഷം മിച്ചം വന്നത് 12 കൊട്ടയാണ്. ഞാൻ വിചാരിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇത് വ്യാഖ്യാന പ്രസംഗമാണ്. അതെന്നാ അത് 13 കൂടാഞ്ഞേ? അതെന്താ 11 കുറയാഞ്ഞേ? 12 കൊട്ട അവിടെ മിച്ചം വന്നപ്പം. കാരണം വിളമ്പിയത് 12 പേരാ. ഒരാമേനൊന്ന് പറഞ്ഞേ. വിളമ്പിക്കോ വിളമ്പിക്കഴിയുമ്പോൾ ഓരോ കൊട്ട തരാമെന്ന് ആരോടും പറഞ്ഞില്ല. ഉത്സാഹിച്ചു വിളമ്പിക്കോ. പത്രോസ് അന്ത്രയോസിനോടും അന്ത്രയോസ് യോഹന്നാനോടും ഉത്സാഹിച്ചു വിളമ്പിക്കോ. വിളമ്പിക്കഴിയുമ്പോൾ ഓരോ കൊട്ട കിട്ടുമെന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രോത്സാഹനമായി പറഞ്ഞില്ല. ഒരാമയും പറഞ്ഞൊന്ന് പറ. അവസാനം ഒരു കൊട്ട കിട്ടാനല്ല അവർ വിളമ്പിയത്. ഓരോ കൊട്ട തരാമെന്ന് കർത്താവ് ഒട്ട് പറഞ്ഞുമില്ല.
പ്രതിഫലേച്ഛ കൂടാതെ അവരെ ഏൽപ്പിച്ചത് അവര് വിശ്വസ്തയോടെ ചെയ്തു. ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യുന്നവർക്ക് മിച്ചം കൊടുക്കുക ദൈവത്തിന്റെ നീതിയാണ്, ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഇന്ന് പകൽ ഞാൻ ഇതിനകത്ത് വിളിച്ചു പറയുന്നു, തിരുവെടുത്ത് പറയുന്നു, വിശ്വസ്തത ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നു. അതരം തുറന്ന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറ. വിശ്വസ്തത ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്നും നോക്കുന്നു. നമ്മുടെ അനുഭവം അതല്ലേ പ്രിയരെ? സംബിപാസ് പറഞ്ഞല്ലോ, വാത്സനേജികളിൽ മാറി 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 പാർത്ത് സ്ഥലമാറ്റത്തിന്റെ സമയത്ത് അപ്പന്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും ഒക്കെ പോയി അല്ലേ? 26 കൊല്ലമായി 27 കൊല്ലമായി ഇപ്പം വാത്സനേജിലല്ലേ? പക്ഷെ ഞാൻ ചോദിക്കുന്നു, 1, 2, 3 തലമുറയൊക്കെ ആയില്ലേ? ദൈവം വിശ്വസ്തനല്ലേ? ഒരാമേനൊന്ന് പറ. ദൈവമാർക്കും കടക്കാരനല്ലല്ലോ, ദൈവമാർക്കും ബാധ്യതയല്ലല്ലോ. പിതാക്കന്മാരോടുള്ള നീതി, മാതാക്കളോടുള്ള നീതി തലമുറകളോട് കാണിച്ച് ഇവിടം വരെ നമ്മെ കൊണ്ടുവന്ന ദൈവം എത്ര നല്ല ദൈവം, എത്ര വിശ്വസ്ത ദൈവം. ഈ ദൈവത്തെ അധികം പരമാർത്ഥതയോടെ സേവിക്കാൻ എനിക്ക് കൃപയും മനസ്സും സമർപ്പണവും തരണമെന്ന് തൊഴുകയോടെ പ്രാർത്ഥിക്കാൻ, നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കാൻ എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്? അതെ, ദൈവം വിശ്വസ്തനാ. പക്ഷെ ദൈവം വിശ്വസ്തനാ, മറുവശം പറയാ, ഉദ്ദേശശുദ്ധി ശരിയായിരിക്കണം. ഒരു സ്തോത്രം ഒന്ന് പറ. ദൈവം നിഷ്കളങ്കനോട് നിഷ്കളങ്കന. ഒരാമേനൊന്ന് പറയാവോ? നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലല്ല, ആ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രേരക ഘടകത്തിനാണ് ദൈവസന്നിധിയിൽ വിലയുള്ളത്, ദൈവസന്നിധിയിൽ പ്രസക്തിയുള്ളത്. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറയണം. അന്തർഭാഗത്തിലെ സത്യമല്ലോ അങ്ങിച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ഞാൻ അനുഗ്രഹിപ്പിക്കണമേ. നാം എന്തു ചെയ്യുന്നു എന്നതിനേക്കാൾ ചെയ്യാൻ പ്രേരിപ്പിച്ച തൻ്റെ വീട്ടിൽ എല്ലാറ്റിനും മൂപ്പൻ എലയാസറായിരിക്കാം, പേരങ്ങനെ പറയുന്നില്ല, പക്ഷെ എലയാസറാണ്. നീ എൻ്റെ മകനായ ഇസഹാക്കിന് എൻ്റെ പിതൃദേശത്ത് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു ഭാര്യയെ കണ്ടെത്തണം. അപ്പോൾ എലയാസർ ചോദിച്ചാട്ടെ. അവൾ പറയാണ്, ഇങ്ങോട്ട്. ആ പെൺകുട്ടി പറയാ, ഇങ്ങോട്ട് വരുന്നില്ല. ഈ ഇസ്ഹാക്കിനെ അങ്ങോട്ട് കൊണ്ടുപോകാം, ചെല്ലാമോ കൊണ്ടുചെല്ലാമോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്നാ പറയണം? ഒരാമേനൊന്ന് പറ. അബ്രഹാം പറഞ്ഞത് എങ്ങനെയാണെങ്കിലും മോൻ്റെ കല്യാണം ഒന്ന് നടന്ന് കിട്ടിയാൽ മതി എന്നാണോ? ഒരു സ്തോത്രം ഒന്ന് പറഞ്ഞ്. ഇനി എൻ്റെ മകനൊരു കല്യാണം നടന്നില്ലേലും നീ ഒരു ഉപകാരം ഓർക്കണം, അവനെ അങ്ങോട്ട് കൊണ്ടുപോകല്ലോ. കാരണം അവിടെ നിന്ന് ആ ദൈവം എന്നെ ഇങ്ങോട്ട് വിളിച്ചിറക്കിയേ. അതുകൊണ്ട് ആ ദൈവവിളിയിൽ നിന്ന് എൻ്റെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറയെയും പിറകോട്ട് കൊണ്ടുപോകുന്ന ഒന്നും നീ ചെയ്യരുത്. അതരം തുറന്നൊന്ന് സ്തോത്രം ചെയ്ത് പറ, കർത്താവേ, ദൈവത്തെ സേവിക്കാൻ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഇറങ്ങിത്തിരിച്ചു. ഞങ്ങളുടെ തലമുറകളിൽ ദൈവകൃപയിൽ നിന്ന് പിറകോട്ട് പോകുന്നതൊന്നും സംഭവിക്കാതെ ഈ വല്ലാത്ത കാലത്ത് വക്രതയും കോട്ടവുമുള്ള തലമുറകളുടെ നടുവിൽ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് പറ, അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി ഞങ്ങളുടെ തലമുറ വളരപ്പെടാൻ, ജീവിക്കാൻ, ആത്മീക മൂല്യങ്ങളിൽ നിത്യതയുടെ വെളിപ്പാടിൽ അവർ നിലനിൽപ്പാൻ ഇടവരണമേ. അബ്രഹാം ഒരു ഉറപ്പും കൂടെ കൊടുത്തു. എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് കാര്യങ്ങളൊക്കെ നടത്തും, നീ ഒന്ന് നിന്നു കൊടുത്താൽ മതി. എലയാസറിനെ നമ്പി അല്ല അബ്രഹാം ഈ കാര്യം ചെയ്യുന്നത്.
ദൈവത്തിലുള്ള ഉറച്ച ബോധ്യം കൊണ്ടാണ്. ഒരാമേനെന്ന് പറയാവോ? ദൈവം തൻ്റെ ദൂതനെ അയക്കും. കാരണം ദൈവം ഇസഹാക്കിന്റെ കാര്യത്തിൽ ഇടപെടുമെന്ന് അബ്രഹാമിനൊരു ഉറപ്പുണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരല്പം ആശയക്കുഴപ്പം തോന്നാൻ സാധ്യതയുണ്ട്. സത്യത്തിൽ അബ്രഹാം കൊതിച്ചു മേടിച്ച ആളല്ല ഇസഹാക്ക്. ഒരാമേനൊന്ന് പറ. അങ്ങനെ പ്രതീക്ഷിച്ച കുറച്ച് സമയം ഉണ്ടായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് സാറായുടെ സ്വാധീനത്തിന് വഴങ്ങി വളഞ്ഞ വഴിയിലൂടെ ഇശ്മായേൽ വീട്ടിലുണ്ടായി. അതൊക്കെ കഴിഞ്ഞ് ദൈവം ഒരിക്കൽ വന്ന് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ ഭാര്യ അവളെ സാറ എന്നല്ല സാറായി എന്ന് വിളിക്കണം, അവൾ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അബ്രഹാം തിരിച്ച് ദൈവത്തോട് പറയുകയാണേ, ദൈവമേ, അബ്രഹാം ചിരിച്ച് കൊണ്ടൊക്കെയാണ് പറയുന്നത് അല്ലേ? അബ്രഹാം കവിണ്ണു വീണ് ചിരിച്ചെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഞാനിതിന് നാടൻ ഭാഷയിൽ എങ്ങനെ കൊടുക്കാം? ചിരിച്ചു വീണിടത്ത് കിടന്ന് ഉരുണ്ട് കിടന്ന് ചിരിച്ചു. രാമൻ എന്ന് പറഞ്ഞ് ആ വാഗ്ദത്തത്തോടുള്ള അബ്രഹാമിന്റെ പ്രതികരണം ചിരിയായിരുന്നു. 100 വയസ്സുള്ളവന് ഇനി മകനുണ്ടാവുമോ? 90 വയസ്സുള്ള സാറ എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എന്നോട് അല്പമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എൻ്റെ നാടൻ ഭാഷയോട് ചേർത്ത് പറയാം, ഇനി പുതിയ മോനെയൊന്നും എനിക്ക് വേണ്ട. ഇശ്മായേൽ അങ്ങയുടെ മുൻപാകെ ജീവിച്ചിരിക്കാൻ അനുവദിച്ചാൽ മതി. ഒരാമേനെന്ന് പറഞ്ഞു. അപ്പൊ അബ്രഹാം ഇശ്മായേലിൽ തൃപ്തനായിരുന്നു. ഇസഹാക്കിനെ കിട്ടിയില്ലെങ്കിലും അബ്രഹാമിന് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നീ ഇശ്മായേലിൽ തൃപ്തനാണെങ്കിലും ഇസഹാക്കിനെ നിനക്ക് തരണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ അബ്രഹാമെ, നിന്റെ അടുക്കൽ, നിന്റെ വീട്ടിൽ അത് കൊണ്ടുത്തരാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, നിങ്ങൾക്ക് വേണ്ടെന്ന് തോന്നിയാലും ചിലത് നിങ്ങൾക്ക് കൊണ്ടുത്തരണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ, നിങ്ങളുടെ താല്പര്യങ്ങൾക്കപ്പുറത്ത്, നിങ്ങളുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത്, നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് ചിലത് കൊണ്ടുത്തരാൻ എന്റെ ദൈവശക്തൻ എത്ര പേർക്ക് അധരം തുറന്ന് ഇന്ന് പകൽ ആമേൻ പറയാൻ മനസ്സുണ്ട്? പ്രിയരെ, കൂപ്പുകയോടെ ഞാൻ പറയാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും ദൈവം കൊടുത്താൽ ഉടനെ വിമർശിക്കരുത്. ഒരു നല്ല ആമേൻ പറ. കാരണം അവര് പോലും അത് ആഗ്രഹിച്ചതായിരിക്കുകയല്ല. അത് അവർക്ക് കൊണ്ട കൊടുക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടം തോന്നി. ദൈവം അങ്ങനെ കൊണ്ട് കൊടുത്തു. നമുക്കതിനെ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും എന്താ അധികാരം? നമുക്കതിന് സ്തോത്രം ചെയ്താൽ പോരെ? നല്ല മനസ്സോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ പോരെ? ഇന്ന് മകൾ ദൈവാത്മാവ് ചിലരോട് പറയുകയാണ്, നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിലും, നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിലും, നിങ്ങൾ പ്രതീക്ഷിച്ചില്ലെങ്കിലും ചിലത് കൊണ്ടുതരണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം സമയത്തത് ചെയ്യും. എത്ര പേർക്ക് ആമേൻ പറയാൻ ഇന്ന് മകൾ മനസ്സുണ്ട്? എന്തോ ധാരാളം ദൈവിക ദൂതുകൾ ആത്മാവ് എനിക്ക് തരുന്നു. നമ്മൾ ഇച്ഛിക്കുന്ന പലതും കിട്ടണമെന്നില്ല. പക്ഷെ പ്രതീക്ഷിക്കാത്ത ചിലത് ദൈവം തന്നെന്നും വരും. ഇടിമക്കളുടെ അമ്മ കർത്താവിനെ അങ്ങ് ആരാധിക്കുക, നമസ്കരിച്ചെന്ന്. അപ്പൊ കർത്താവിന് മനസ്സിലായി നമസ്കാരത്തിന്റെ പിന്നെ ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ ചോദിച്ചു, നിനക്ക് എന്നാ വേണം? അമ്മ പറഞ്ഞു, അങ്ങ് ഏതായാലും രാജാവാകുമല്ലോ, അങ്ങയുടെ രാജ്യം, ആ രാജ്യത്തിൽ എൻ്റെ ഒരു മകനെ വലത്തും ഒരു മകനെ ഇടത്തും ഇരുത്തിയേക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ കുടിക്കാനിരിക്കുന്ന പാനപാത്രം വരും. അപ്പോൾ അവർ പറഞ്ഞു, എന്നാ പാനപാത്രം വേണേലും കുടിച്ചേക്കാം, ഇടത്തും വലത്തും ഇരുത്തിയാൽ മതി. ഉടനെ കർത്താവ് പറഞ്ഞു, ശരിയാ, ഇടത്തും വലത്തും ഇരിക്കാൻ നിങ്ങൾ പാനപാത്രം കുടിക്കുമെന്നും എനിക്കറിയാം. പക്ഷെ ആരെ എവിടെ ഇരുത്തണമെന്നുള്ളത് അതാർക്കായി ഒരുക്കിയിരിക്കുന്നു? ഒരു നല്ല ആമേൻ പറ. ദൈവം ആർക്കായി ഒരുക്കിയിരിക്കുന്നു അതവർക്ക് ലഭിക്കും. ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ്, ആഗ്രഹിക്കാത്തതാണ്, ആഗ്രഹിച്ച ചിലത് ദൈവം വിലക്കിയെന്ന് വരാം, പക്ഷെ ഇച്ഛിക്കാത്ത ചിലത് ദൈവം തന്നെന്ന് വരാം. ദൈവം തരുന്നത് മതി, ദൈവം അനുവദിക്കാത്തത് വേണ്ടെന്ന് അധരം തുറന്ന് കരമുയർത്തി പിടിച്ചു പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്, ആർജവമുണ്ട്? അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തരുന്നത് മതി. അപ്പൊ അബ്രഹാം ദൈവത്തോട് ചിരിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, അല്ലെന്നേ, നിനക്കൊരു മകനെ തരും, അവൻ ഇസഹാക്ക് എന്ന് നീ പേരിടുകയും വേണം. അപ്പൊ ജനിക്കുന്നതിന് മുമ്പ്
പേര് വരെ നിർദ്ദേശിച്ച് അവനിലൂടെ എൻ്റെ വാഗ്ദത്തം ഞാൻ നിവർത്തിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് പേര് മാത്രമല്ല ദൂതും പറഞ്ഞു തന്ന മോനാണ് ഈ മോനെങ്കിൽ ഇവന്റെ ഭാവിക്ക് വേണ്ടുന്നതെല്ലാം സമയത്ത് തന്റെ ദൂതനെ അയച്ചു ചെയ്യാൻ ഇവനെ തന്ന ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വാസികളുടെ പിതാവിന്റെ അകത്തുറപ്പുണ്ടായിരുന്നത് കൊണ്ട് എലയാസറിനോട് പറയുന്നത്, എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് കാര്യം നിനക്ക് സാധിപ്പിച്ചു തരും. അധരം തുറന്ന് കൃപ ലഭിച്ച ദൈവമക്കൾ സ്തോത്രം ചെയ്തു പറ, തലമുറയെ തന്ന ദൈവം വിശ്വസ്തൻ, തന്ന ദൈവം സമയത്ത് അവർക്ക് വേണ്ടി കരുതാൻ ശക്തൻ. വിശ്വസിക്കുന്നവർ കരമടിച്ചൊരു 30 സെക്കൻഡ് ഇന്ന് പകൽ ദൈവത്തിന് ആരാധന അർപ്പിക്കുക. ഓ എലയാസർ 16 വന്നു. പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന കിണറുണ്ട്. അത് പറയാനാണ് ഞാൻ ഈ ദൂതിലേക്ക് വന്നത്. അവിടെ നിന്നൊരു ഒറ്റ പ്രാർത്ഥന, ദൈവമേ ഈ പട്ടണത്തിലെ കന്യകമാരെല്ലാം വെള്ളം കോരാൻ വരുന്ന സമയമാണ്. ഇപ്പം ഞാൻ വരുന്നവരോട് ചോദിക്കും, എനിക്ക് അല്പം വെള്ളം കുടിക്കാൻ തരാമോ? ഉടനെ അവരിൽ ഒരാൾ പറയാതിരിക്കട്ടെ, താങ്കൾക്ക് മാത്രമല്ല താങ്കളുടെ ഒട്ടകങ്ങൾക്കും കൂടെ തരാം. അങ്ങനെ അങ്ങയുടെ ദാസനായ എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിൻ്റെ ഭാവി വധു എന്നെ ത്രസിപ്പിച്ചൊരു പദം അവിടെ കിടപ്പുണ്ട്. ഉടനെ റിബേക്ക. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞേ. ഉടനെ റിബേക്ക. എപ്പോൾ റിബേക്ക? എലയാസർ ഇങ്ങനെ പ്രാർത്ഥിച്ചു തീർന്ന ഉടനെ, ദൈവത്തോടത് പറഞ്ഞ ഉടനെ റിബേക്ക ഒന്ന് സ്തോത്രം ചെയ്ത് ഈ മാസയോഗത്തിൽ പറ. ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നമ്മൾ ആമേൻ പറയുന്നതിന് മുമ്പ് മറുപടി മുൻപിൽ കൊണ്ടുതരാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. അതരം തുറന്ന് ഒരുമിച്ച് ആമേൻ പറഞ്ഞു പറ. അടിയന്തരമായി ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ഇടപെടേണ്ടത് അനിവാര്യമാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗതയിൽ, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ശീഘ്രഗതിയിൽ ചില ദൈവപ്രവൃത്തി നടക്കുമെന്ന് പോഷ്കില്ലാത്ത ദൈവം വചനത്തിന്റെ ദൂത് ഇന്ന് പകൽ കൈമാറുകയാണ്. സമയത്തെ ഭയപ്പെടുന്നു. ഞാൻ ഒത്തിരി സമയം കൊണ്ടുപോകത്തില്ല, കാരണം ചൂടിൻ്റെ കാടിനും എനിക്കറിയാം. നിങ്ങൾ എത്ര പേരിരുന്ന് വിഷമിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. റിബേക്ക ഉടനെ റിബേക്ക വെള്ളം കോരിക്കൊണ്ട് എലയാസർ ചോദിച്ചു, എനിക്കൊരു അല്പം വെള്ളം കുടിക്കാൻ തരും. ഉടനെ ഈ പെൺകുട്ടി ചോദിക്കും, താങ്കൾക്ക് മാത്രമാക്കുന്ന എന്തിനാ? താങ്കളുടെ ഒട്ടകങ്ങൾക്കും കൂടെ തരാം. എലയാസർ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എല്ലാം നന്നായി ക്രമീകരിക്കുന്നൊരു ദൈവമില്ലേ പ്രിയരെ? പഴുതടച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ദൈവത്തെ കൊണ്ട് കഴിയും. ഈ ദൈവത്തെ അങ്ങ് വിശ്വസിക്ക്, ഈ ദൈവത്തിൽ അങ്ങ് ആശ്രയിക്ക്. ഇന്ന് പകൽ സ്തോത്രം ചെയ്തു പറ, എന്റെ കാര്യം, എന്റെ തലമുറയുടെ കാര്യം, എന്റെ മിനിസ്ട്രിയുടെ കാര്യം, എന്റെ കുടുംബത്തിന്റെ കാര്യം എന്നെക്കാൾ നന്നായി കൈകാര്യം ചെയ്യാൻ എന്റെ ദൈവം ശക്തൻ, എന്റെ ദൈവം വിശ്വസ്തൻ. അവൾ പറഞ്ഞു, ഒട്ടകങ്ങൾ കൂടെ തരാം. ഒരു കാര്യം അവിടെ നിന്ന് തെളിയിക്കാനാ. 1-2 ഒട്ടകങ്ങളല്ല, 10 ഒട്ടകങ്ങൾ നിരന്ന് നിൽക്കുക. ഓരോ ഒട്ടകം തന്നെ എന്ത് വെള്ളം കുടിക്കും? 10 പേര് കോരിയാൽ ഇതുങ്ങൾക്ക് ദാഹം തീരുവോളം കൊടുക്കാൻ പറ്റുകയില്ല. അന്നത്തെ കിണറുകളോ ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല. പടവുകൾ ചവിട്ടി ഇറങ്ങണം.
പടവുകൾ ചവിട്ടി കയറണം. അവിടെ നിങ്ങൾ സൂക്ഷിച്ച് വായിച്ചാൽ ഒരു പദമുണ്ട്, അവൾ ഓടി. ഒരാമേനെന്ന് പറഞ്ഞ് അവൾ ഓടി കിണറ്റിലിറങ്ങി, വെള്ളം കോരി കയറി ഓടി വരുന്നു. ഓടുന്നു, ഇറങ്ങുന്നു, കോരുന്നു, കയറുന്നു, ഒഴിക്കുന്നു, ഓടുന്നു, ഇറങ്ങുന്നു, കോരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു പമ്പരം കറങ്ങുന്നത് പോലെ അവൾ കറങ്ങുക. വഴിയെ പോകുന്നവർ സ്വാഭാവികമായി അവളെ നോക്കി ചോദിക്കും, എൻ്റെ പൊന്നു കുഞ്ഞെ, നിനക്ക് നിൻ്റെ വല്ല കാര്യമുണ്ടോ? ഈ ചോദിച്ച ആള് നിന്റെ അമ്മാച്ചനാണ്. നീയും അങ്ങേരുമായിട്ട് എന്നാ ബന്ധം? എവിടെ നിന്നോ വന്ന് എവിടേക്കോ പോകുന്ന ഒരു വഴിപോക്കൻ അല്പം വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ അങ്ങേർക്ക് കുടിക്കാൻ കൊടുത്തു വിട്ടാൽ പോരെ? നീ ഈ വേണ്ടാത്ത ഉത്തരവാദിത്വം കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? നാട്ടുകാര് മാറി നിന്ന് അങ്ങനെ കമന്റ്സ് പറയാനാ സാധ്യത. ഒരു നല്ല ആമേനെന്ന് പറ. എൻ്റെ പൊന്നു പാസ്റ്ററെ, ഈ സമയത്ത് ഇത് തുടങ്ങേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒരാമേനൊന്ന് പറഞ്ഞ്. ചിലപ്പോഴൊക്കെ പ്രോത്സാഹനത്തിൻ്റെ വാക്ക് കിട്ടത്തില്ലെന്നേ. പ്രോത്സാഹനം കിട്ടത്തില്ലെന്ന് മാത്രമല്ല, ഒരു നല്ല വാക്ക് പറയത്തില്ലെന്ന് മാത്രമല്ല, നമ്മളെ എങ്ങനെങ്കിലും ആ കാര്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കത്തക്ക നിലയിൽ, മടുപ്പിക്കത്തക്ക നിലയിലുള്ള വേദനയുടെ വാക്കുകൾ വന്നേക്കാം. പക്ഷെ ഉറച്ചു നിൽക്കുക പ്രിയരെ. ദൈവം തന്ന നിയോഗമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിറകോട്ട് പോകരുത്. നിങ്ങളുടെ ആവേശത്തിനനുസരിച്ച് പോകുകയും അരുത്. ദൈവ നിയോഗത്തിൽ ഉറച്ചു നിൽക്കണം. അതരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് ഈ പകൽ മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവൾ ഓടുമ്പോ, ഇവളിറങ്ങുമ്പോ, ഇവള് കയറുമ്പോ, ഇവള് വേർക്കുമ്പോ എലയാസർ മാറി നിന്ന് മനസ്സിൽ പറയുന്നൊരു കാര്യമുണ്ട്, കുഞ്ഞെ, നീ വെറുതെ ഇറങ്ങുന്നതല്ല, നീ വെറുതെ കോരുന്നതും കയറുന്നതും ഓടുന്നതും വേർക്കുന്നതും അല്ല. നിന്റെ മൂക്കിനിടാൻ 1/2 ശേക്കൽ പൊൻമൂക്കൂത്തി, നിന്റെ കൈക്കിടാൻ 10 ശേക്കൽ പൊൻവള എൻ്റെ കയ്യിലുണ്ട്. എലയാസറിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ അവിടെ ചെന്ന ഉടനെ ആ മൂക്കൂത്തി ആദ്യം ഉയർത്തി കാണിച്ചേനെ, ആ പൊൻവള അവിടെ പൊക്കി കാണിച്ചേനെ. എന്നിട്ട് പറയും, ആരൊക്കെ എനിക്കും ഒട്ടകങ്ങൾക്കും വെള്ളം കോരിത്തരുന്നോ അവർക്കുള്ളതാണ് ഈ മൂക്കൂത്തി, അവർക്കുള്ളതാണ് ഈ 10 ശേക്കൽ പൊൻവള. ഞാൻ പിന്നെ പറയാം, അവിടെ കൂട്ടയാടി നടന്നേന്. എന്നാ കൂട്ടയാടി? കോരാനും ഒട്ടകങ്ങൾക്ക് കൊടുക്കാനും. അത് ആത്മാർത്ഥത കൊണ്ടല്ല, കിട്ടപ്പോരോർത്താണ്. ഞാനൊരു കാര്യം പറയാം, ഇന്ന് പലയിടത്തും നടക്കുന്നത് ഇതാണ്. ആത്മാർത്ഥത കൊണ്ടല്ല, സങ്കുചിത മനോഭാവങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങളാണ് പലതും ചെയ്യാൻ പലരെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത്, അതുകൊണ്ട് എനിക്കെന്ത് നേട്ടം, എനിക്കെന്ത് ലാഭം എന്നതിനപ്പുറത്ത് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വം മാത്രം അത് മുഖാന്തരം കാരണീയമായി മാറണമെന്ന് അതരം തുറന്ന് സ്തോത്രം ചെയ്ത് പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ വിശ്വസ്തത, ഒരാമേനൊന്ന് പറ, ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. നീ വെറുതെ ഇറങ്ങുന്നതല്ല, വെറുതെ കോരുന്നതല്ല, വെറുതെ വയർക്കുന്നതല്ല. നിന്റെ മൂക്കിനിടാൻ പൊൻമൂക്കൂത്തി, നിന്റെ കൈക്കിടാൻ പൊൻവള. അത് ഇവിടെ കിട്ടുന്ന പ്രോത്സാഹന സമ്മാനം മാത്രം. പക്ഷേ ഇസഹാക്കിന്റെ വധുവായി നീ മാറിക്കഴിയുമ്പോഴുണ്ടല്ലോ, എൻ്റെ യജമാനനുള്ള സകലതും നിനക്കുള്ളതും കൂടാ. ഇന്ന് പകൽ ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരണം കേട്ടോ. ഇവിടെ മാത്രമല്ല, നിത്യതയിൽ നമുക്കിന്ന് സങ്കല്പിക്കാൻ കഴിയാത്ത അനർഗളമായ അനുഗ്രഹവും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. വിശ്വാസമുണ്ടെങ്കിൽ എന്നോട് ചേർന്നൊന്ന് സ്തോത്രം ചെയ്തു പറ. ഇഹത്തിലും പരത്തിലും എന്റെ കർത്താവിനെ സേവിക്കുന്നത് കൊണ്ട് എനിക്കൊരു നഷ്ടവുമില്ല, അനുഗ്രഹം മാത്രമേ ഉള്ളൂ. ആ അനുഭവമുള്ളവർ കരമുയർത്തി ഒരിക്കൽ കൂടി ഈ പകൽ ദൈവത്തിന് നന്ദി പറയാം. ദൈവിക വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം. ഞാൻ നിർത്താം. അപ്പം 12 കോട്ട മിച്ചം, അതാ വിളമ്പിയത് 12 പേരാ. ഓരോ കോട്ട ഓരോരുത്തർക്ക്. അതിൽ ഒരു കോട്ടയുടെ ന്യായമായ അവകാശം പത്രോസിനുണ്ട്. പക്ഷെ പത്രോസേ, ഞാനും നീയുമായുള്ള ബന്ധത്തിന്റെ തെളിവ് ഒരു കൊട്ട അപ്പം നിനക്ക് കിട്ടിയതല്ല,
കൊട്ടക്കണക്കിന് കിട്ടിയ അപ്പം നിന്റെ കയ്യിലുണ്ട്. ആ അപ്പം തന്നത് ഞാനാ. പക്ഷേ കൊട്ടക്കണക്കിന് കിട്ടിയ അപ്പമല്ല ഞാനും നീയുമായുള്ള ബന്ധത്തിന്റെ തെളിവ്. നീ എന്നിൽ നിന്ന് പ്രാപിക്കുന്ന കഴുകലാണ്. ഇന്ന് പകൽ ഞാൻ സ്തോത്രം ചെയ്ത് പറയുന്നു, ഭൗതിക നന്മകളല്ല, അതിന്റെ നേട്ടങ്ങളല്ല ദൈവവുമായുള്ള ബന്ധത്തിന്റെ തെളിവ്. അതിനപ്പുറത്ത് യേശുവിൽ നിന്ന് പ്രാപിക്കുന്ന കഴുകലാണ്. അതരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടമോ. ഒരാമേൻ പറഞ്ഞെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ. അതേത് ശുദ്ധീകരണമാണെന്ന് എഴുതിയിട്ടുണ്ട്. പാപത്തെ ജയിക്കുന്ന ജീവിതമാണത്. ദുർനടപ്പ് വിട്ടൊഴിയണം അല്ലെ, പാപത്തിന്റെ പട്ടിക പറയുന്നുണ്ട്. ഇപ്പൊ പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് ശുദ്ധീകരണം. ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണെന്നേ. കർത്താവിൽ നിന്ന് കഴുകൽ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവവുമായുള്ള ബന്ധത്തിന്റെ തെളിവ് ഭൗതികം എത്ര ഉണ്ടെന്നുള്ളതല്ല, പാപവുമായി എത്രത്തോളം അകലുന്നു എന്നുള്ളതാണ്. ലോകത്തെ ജയിക്കുന്ന, പാപത്തെ ജയിക്കുന്ന, ജഡത്തെ ജയിക്കുന്ന, പിശാചിനെ ജയിക്കുന്ന ഒരാത്മാനുഭവമുണ്ട്. അതാണ് ശുദ്ധീകരണം. അത് ലഭിക്കണമെന്ന് അതരം തുറന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതോടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമ. എബ്രായ ലേഖനം, സകല മനുഷ്യരോടും സമാധാനം ആചരിച്ച്, ഒരു നല്ല ആമേൻ എന്ന് പറഞ്ഞ്, ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീ. ശുദ്ധീകരണം കൂടാതെ, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയോ? ഒന്ന് ഉറപ്പിച്ച് പറയണ്ടേ? ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അവിടെ പറഞ്ഞ ശുദ്ധീകരണം എന്താ? സകല മനുഷ്യരോടും സമാധാനം ആചരിച്ചോണം. ചിലർ ഈ പട്ടികയെ പറഞ്ഞ പാപമൊന്നും ചെയ്യല, പക്ഷെ ഒരു മനുഷ്യനോടും അവർക്കൊരു സമാധാനവും ഇല്ല. അവർക്കൊരു കുഴപ്പമില്ല, പക്ഷെ ഒരു മനുഷ്യർക്കും അവർ സമാധാനം കൊടുക്കുകയില്ല. എന്നാലും ആ അച്ഛൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, എൻ്റെ മക്കളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, എൻ്റെ കുടുംബത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ. ഭക്തനാകട്ടോ, ടി വി പോലും കാണുകയില്ല. ഒരു നല്ല ആമയം പറഞ്ഞ് എൻ്റെ കൂടെ വാ. ടി വി പോലും രക്ഷിക്കപ്പെട്ടാൽ പിന്നെ ആ വീട്ടിലില്ല. വിശുദ്ധനാ, പക്ഷെ മനുഷ്യനുമായിട്ടുള്ള ബന്ധം എങ്ങനെ ഉണ്ട്? ഒരു സ്തോത്രം ഒന്ന് പറയുന്നേ. തമ്മി കൈ കൊടുത്തിട്ട് എത്ര നാളായെന്ന്. ഒരു നല്ല ആമേനൊന്ന് പറഞ്ഞ് മുഖത്തോട് മുഖം നോക്കി വെറുതെ സംസാരിക്കുകയല്ല, ഹൃദയം തുറന്ന് സംസാരിച്ചിട്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ സംസാരിച്ചിട്ട്, കർത്താവിന്റെ സ്നേഹത്തിൽ കർത്താവിന്റെ വേല ചെയ്തിട്ട്, കർത്താവിന്റെ സ്നേഹത്തിൽ ഒരുമിച്ച് വന്ന ദൈവത്തെ ആരാധിച്ചിട്ട് എത്ര നാളായി? ഇതൊന്നുമില്ലാതെ നമ്മൾ എത്ര വിശുദ്ധരാണെന്ന് പറഞ്ഞാലും അത് ദൈവസന്നിധിയിൽ വിലപ്പോവില്ലെന്ന് ഒരു ദൈവദാസൻ എന്ന നിലയിൽ ദൈവം തന്ന ദൂത് ഞാൻ വിളിച്ചു പറയുമ്പോൾ എന്നോട് ചേർന്ന് ആമേൻ പറയാൻ മനസ്സുള്ളവർ മാത്രം അക്കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയാ. ദൈവം എനിക്ക് തന്ന ദൂത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. സകല മനുഷ്യരോടും സമാധാനം ആചരിച്ച്, എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പറയാം. എന്നെ ശ്ലാഘിച്ച് പറയല്ല. ലൈവൊക്കെ വിടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ദൈവത്തെ ഓർത്തിട്ട് കട്ട് ചെയ്തിട്ടേ വിടാവുള്ളൂ. എനിക്ക് അത് തരണേ ഇത് തരണേ, എൻ്റെ മക്കളെ അങ്ങനെ വിടണമെന്നൊന്നും അല്ല ആദ്യം പ്രാർത്ഥിക്കുന്നത്.
പറഞ്ഞെന്ന് എന്നെ കുറിച്ച് അവർ പറയാൻ ഇടവരാതെ, ഞാൻ മുഖാന്തരം ആരുടെയും കണ്ണ് നിറയാതെ, ആരുടെ ഹൃദയം തേങ്ങാതെ, കർത്താവേ, ഞാൻ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കാൻ കൃപ തരണേ. എന്നോട് ചേർന്ന് ഈ മാസയോഗത്തിൽ എത്ര പേര് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പറയും, കർത്താവേ, ഞാൻ മുഖാന്തരം ആരുടെയും കണ്ണ് നനയാതെ, ഹൃദയം വേദനിക്കാതെ, എല്ലാവർക്കും ഒരു അനുഗ്രഹമായി, ഒരാശ്വാസമായി ജീവിക്കാൻ എനിക്ക് കൃപ തരണേ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കും. ഞാനൊരു കോൺഫറൻസിന് പോയി കേട്ടോ. മറ്റൊരു പ്രഭാഷകനും കൂടെ ഉണ്ട്. സംയുക്ത സഭായോഗം. ആ സഭായോഗത്തിൽ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ശുശ്രൂഷിക്കാൻ അവസരം തരണം. അതുകൊണ്ട് സാക്ഷ്യമൊക്കെ വെട്ടിച്ചുരുക്കി. കർത്താവിൻ്റെ മേശയുമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഈ സാക്ഷ്യത്തിന് 2 പേർക്ക് അവസരം. അതിലൊരാൾ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന സമുന്നതനായ ഒരു വ്യക്തിത്വം. അദ്ദേഹം സാക്ഷ്യത്തിന് എണ്ണീറ്റപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പദം എന്നെ സ്പർശിച്ചു. അദ്ദേഹം പറഞ്ഞു, പ്രിയരേ, നിങ്ങൾക്കറിയാവുന്നതുപോലെ ചില മാസങ്ങൾക്ക് പിറകിൽ ഞാൻ സൈലന്റ് ഡെത്തായി അറ്റാക്കിന് വിധേയപ്പെട്ട് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. എന്നാൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥനയുടെ മറുപടിയായി ജീവിതത്തിലേക്ക് എന്നെ മടക്കി വരുത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ച സമയത്ത് പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് വേർപെടുന്നത് എനിക്ക് തിരിച്ചറിയാം. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഒരു വലിയ വെളിച്ചം, ആ വെളിച്ചത്തിൻ്റെ അടുക്കൽ ഞാൻ എത്തി. അത് സ്വർഗമാണെന്ന് എനിക്ക് ബോധ്യമായി. പെട്ടെന്ന് ആ വെളിച്ചത്തിൽ നിന്നൊരു ശബ്ദം, നിനക്കിവിടേക്ക് പ്രവേശനമില്ല. നിനക്കിവിടേക്ക് പ്രവേശനമില്ല എന്ന പദം എൻ്റെ ചെവിയിൽ മുഴങ്ങിയപ്പോൾ നഷ്ടബോധം എന്നാൽ എന്താണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എല്ലാം വെറുതെയായി പോയല്ലോ, എല്ലാം ഇവിടം കൊണ്ട് അവസാനിച്ചല്ലോ എന്ന നഷ്ടബോധം എൻ്റെ അകത്തുണ്ടായി. ചില സെക്കൻഡുകൾക്കുള്ളിൽ അടുത്ത നിൻ വചനം പെട്ടെന്ന് സെക്കൻഡുകൾക്കകത്ത് അതിൽ നിന്നൊരു ശബ്ദം, ആ വെളിച്ചത്തിൽ നിന്നൊരു ശബ്ദം, നിനക്കിവിടേക്ക് പ്രവേശനമില്ലാത്തത് നീ അനേകരോട് ക്ഷമിക്കാനുണ്ട്. പ്രതികാര മനോഭാവവുമായി നീ ജീവിച്ച് മറ്റുള്ളവരോട് ക്ഷമിക്കാതെ നീ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയി, നിനക്കിവിടേക്ക് പ്രവേശനമില്ല. പക്ഷെ ആ മാന്യനായ മനുഷ്യൻ പറഞ്ഞ പദം എന്നെ ത്രസിപ്പിച്ചു. വീണ്ടും അടുത്ത ശബ്ദം, ഞാൻ നിനക്കൊരവസരം കൂടെ തരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ശബ്ദം കേട്ടതും ഞാൻ കണ്ണ് ചിമ്മി തുറന്നൊരു മിന്നൽ പതിക്കുന്ന അനുഭവം എൻ്റെ ശരീരത്തിലുണ്ടായി. ഞാൻ കണ്ണ് ചിമ്മി തുറന്നു. പ്രിയരേ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം ആദ്യം ചെയ്തത് ക്ഷമ ചോദിക്കേണ്ട എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിച്ചു. നിരക്കേണ്ടെന്ന എല്ലാവരോടും ഞാൻ നിരന്നു. എനിക്കിന്ന് ആരോടും പ്രതികാരമില്ല, എനിക്ക് ആരോടും വിദ്വേഷമോ പകയോ ഇല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്ന ഈ സമയത്ത് ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ കർത്താവിന്റെ അടുക്കലെത്തുമെന്ന്. പ്രിയരെ, ജീവിതം ഒന്നേ ഉള്ളൂ. ഇത് ഗൗരവത്തോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. വിലമതിക്കാൻ കഴിയാത്തൊരു നിത്യത നമ്മുടെ തലയ്ക്കു മുകളിലുണ്ട്. ആ നിത്യത നഷ്ടപ്പെടരുത്. അതരം തുറന്നാമേൻ പറയാൻ മനസ്സുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ദൈവത്തിന് നന്ദി പറയാം. പത്രോസേ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. ഒരു നിമിഷം ആ കരങ്ങൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക.
പത്രോസ് പറയുന്നു, കർത്താവേ, എന്നെ മുറ്റുമായി കഴുകണമേ. കർത്താവ് പറയുന്നു, അതിൻ്റെയൊക്കെ നല്ല അർത്ഥങ്ങളുണ്ട്, ഞാൻ പോകുന്നില്ല. കുളിച്ചിരിക്കുന്നവനെ കാലല്ലാതെ കഴുകേണ്ട ആവശ്യമില്ല, മുഴുവനും ശുദ്ധീകരിക്കപ്പെട്ടവനാണ്. ഒരിക്കൽ കർത്താവിൽ നിന്ന് പാപമോചനം പ്രാപിച്ച നാം പാപലോകത്തിൽ പാപപ്രകൃതിയിൽ ജീവിക്കുന്നു. പക്ഷേ അനുദിന ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിക്കണം. ദൈവത്തോട്, മനുഷ്യരോട് ശുദ്ധീകരണം പ്രാപിക്കണം. ലോകത്തെ ജയിക്കണം, പാപത്തെ ജയിക്കണം, ജഡത്തെ ജയിക്കണം, പിശാചിനെ ജയിക്കണം. കൂട്ടവിശ്വാസികളോട്, സകല മനുഷ്യരോടും സമാധാനം ആചരിക്കണം. കർത്താവേ, എനിക്കതിനുള്ള കൃപ തരണമെന്ന് എത്ര പേർക്ക് പറയാൻ മനസ്സുണ്ട്. പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിന് നന്ദി. ഈ അനുഗ്രഹീത മാസയോഗത്തിൽ കടന്നു വരുവാൻ, അങ്ങയുടെ വചനം പ്രസംഗിക്കാൻ, അങ്ങ് തന്ന ആലോചന വിളിച്ചു പറയാൻ തന്ന ഭാഗ്യത്തിന് നന്ദി. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ഇന്ന് പകലൊരു പ്രസംഗം കേട്ടു പോകുകയല്ല, പ്രസംഗിച്ച ഞാനും പ്രസംഗം കേട്ട ഞങ്ങളും ഒരുമിച്ച് ഞങ്ങളുടെ കരമുയർത്തിപ്പിടിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഒരു ജയ ജീവിതം നയിക്കാൻ, ശുദ്ധീകരിക്കപ്പെട്ട ജീവിതം നയിക്കാൻ, സകല മനുഷ്യരോടും സമാധാനം ആചരിച്ച് കർത്താവെ വിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് കൃപയും അവസരവും തരണമേ. ഞങ്ങളുടെ വിലപ്പെട്ട ദാസൻ KC ജോൺ പാസ്റ്റർക്കായി, തൻ്റെ ആരോഗ്യത്തിനായി, സൗഖ്യത്തിനായി, മിനിസ്ട്രിക്കായി, തൻ്റെ കുടുംബത്തിനായി, അനുഗ്രഹീത സെന്ററിനായി, കർത്തൃദാസന്മാർക്കായി, ഇവരുടെ കുടുംബങ്ങൾക്കായി, ഓരോ പ്രാദേശിക സഭകൾക്കായി, ദൈവമക്കൾക്കായി സ്തോത്രം. സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ദൈവത്തിന്റെ സഭ അതിന്റെ സകല പ്രൗഢിയോടെ ദേശങ്ങളിൽ ഉയർന്നു നിൽക്കട്ടെ. ദേശത്തിന്റെ ഇരുളിന്റെ ശക്തികൾ ദൈവസഭകളുടെ മുമ്പിൽ മുട്ടുകുത്തപ്പെടട്ടെ. അസാധാരണ ദൈവപ്രവൃത്തി അവരിലൂടെ വെളിപ്പെടട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. കരമുയർത്തി 2 പ്രാവശ്യം ഹല്ലേലൂയ പറയാം.